എനിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല വക്കീലെ. ഇത് വായിച്ച് കേട്ടപ്പോ ആദ്യം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നെയും ന്യൂബിനെ ഞാൻ കണ്ടു, അവരുടെ ഞാൻ സംസാരിച്ചു. അപ്പൊ അവർ ഓൾറെഡി സൈബർ അറ്റാക്ക് അത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല മനുഷ്യർക്ക്. നാട്ടുകാരെ മുഴുവൻ കളിയാക്കാം. ഞാൻ അത് ചെയ്തിട്ടില്ല, ഞാൻ ചെയ്ത ഒരാളല്ല, ഞാൻ ആർക്കെതിരെ ചെയ്യുന്ന ഒരാളല്ല എന്നൊക്കെ. താൻ കൊണ്ടുപോയി നുണ നട്ടു നോക്ക്. കിളിർക്കാണെങ്കിൽ ഒരു വിത്ത് എനിക്ക് വെച്ചേരെ. നുണയല്ല സാറേ, എന്നെ വിശ്വസിക്കേ. നാട്ടിൽ മുഴുവൻ പാട്ടാണ്, എന്നിട്ട് എന്തൊരു നീ ഒളിച്ചു കളി കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ അവര് ഒരു ചാറ്റ് ഞങ്ങൾ കാണിച്ചു തരാം. ആ ചാറ്റ് അവർ ലീക്ക് ചെയ്തായിരുന്നു. അപ്പൊ അവർ ചെയ്ത ചാറ്റ് അടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഗ്രൂപ്പിൽ ഞാനില്ല, അത് ഞാനുണ്ടാക്കിയ ഗ്രൂപ്പല്ല. അപ്പൊ അത് ശരി. അപ്പോ എന്തൊക്കെ ആരോപണങ്ങള്? ആരോപണമല്ല, സത്യം. അതായത് ഞാൻ പുറത്താക്കിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, കുറച്ച് ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സൈബർ ബുള്ളി എന്നിട്ട് അത് പോട്ടെ, ഇനിയിപ്പോ എന്താ ചെയ്യാ അത് പറ. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ആൾക്കാരായിട്ട് പുറത്താക്കി. അവരെല്ലാരും ചേർന്ന് വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയതും സമാധാനമായല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കറിയില്ല, നീ എന്താന്ന് വെച്ചാ ചെയ്. ഗ്രൂപ്പിലെ ആൾക്കാര്, ആ ഗ്രൂപ്പിലെ ചാറ്റാണ് അതെന്ന് ഞാൻ പറഞ്ഞു. വല്ലാത്ത ചതിയായി പോയി. ആ ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അനുമോളുടെ ചേച്ചിയോട് ചോദിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ആവശ്യം എനിക്കില്ല. അനുമോളുടെ ചേച്ചിയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് വളച്ചൊടിച്ച് താൻ ഇടംകൊലിടാത്ത ഒരു കാര്യവുമില്ലല്ലോ. അവരവിടെ പ്രസന്റ് ചെയ്തത് അനുമോളുടെ ചേച്ചിയുടെ കളിയിലേക്ക് ഇട്ട് വിനു എസ്കേപ്പ് ആയി. അപ്പൊ മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അനുമോളുടെ ചേച്ചി കരഞ്ഞിട്ട് അനുവിനെ വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ ഞാനുണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എന്നോട് ഇത് കാര്യങ്ങൾ തിരക്കാതെ തന്നെ എന്റെ മേലെ അലിഗേഷൻ ഇട്ടു. ഇങ്ങനെ അനുമോളുടെ ചേച്ചിയെ പറഞ്ഞു, അനുമോളുടെ ചേച്ചി കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെട്ടു. ഞാൻ ഒരു വരി വൃത്തികേട് കാണിക്കരുത്. അനുമോൾ അവിടെ ഓവർ റിയാക്ട് ചെയ്തു. അനുമോളുടെ ചേച്ചിയെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല. അപ്പൊ എനിക്ക് അവിടെ വിഷമമായത് എന്നെ ട്രസ്റ്റ് ചെയ്യാതെ. നിനക്ക് വിശ്വാസമില്ലേ? ഇല്ല, സത്യ നിന്നെ എനിക്ക് അത്ര വിശ്വാസം പോരാ. പോടാ, വീട്ടിൽ പോടാ. അതായത് അനുമോളുടെ ഈ 16 ലക്ഷത്തിന് PR-ഉം ബാക്കി എല്ലാ കാര്യങ്ങളും കുത്തിരിപ്പുണ്ടാക്കി. ഇത് എന്നെ ഉദ്ദേശം, എന്നെ തന്നെ ഉദ്ദേശം, എന്നെ മാത്രം ഉദ്ദേശം. അപ്പൊ നിനക്കത് മനസ്സിലായില്ലേ കള്ളൻ? അയാള് പറയുന്ന വിശ്വസിച്ച് എന്നെ ബ്ലെയിം ചെയ്തപ്പോ എനിക്ക് ഭയങ്കര ഇൻസൾട്ട് ആയി. നമ്മളെ തമ്മി തല്ലിക്കാൻ വേണ്ടിയുള്ള അവന്റെ അടവ്. ഇൻസൾട്ട് പുറത്താണ് ഞാൻ ഞാനിത് കണ്ടിന്യൂ ചെയ്യില്ലെന്നത് ഞാനായിട്ട് തന്നെ പോയത്. പിന്നെ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. സന്തോഷം. അത്ര നിർബന്ധമാണ്. ഞാൻ തരാൻ വേണ്ടി വേഗം സ്ഥലം വിടും. ഇനി ഒറ്റ സമയം കളയണ്ട. ഞാൻ അടുത്തുണ്ടായിരുന്ന സമയത്ത് എന്റെ അടുത്ത് നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയും ഈ കാര്യം പറഞ്ഞോണ്ട് ഇനി ഒറ്റ ഒരുത്തരം അങ്ങോട്ട് വന്നു പോരുത്. എല്ലാരും കേട്ടോ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണം. എന്റെ ഭാഗം കേൾക്കാൻ പോലും പുള്ളിക്കൊരു തയ്യാറായിരുന്നില്ല. നീ ഒന്നും പണയണ്ട. ഇവനെ എങ്ങനെങ്കിലും ഒന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് അനുമോൾ ഇരുന്ന് അങ്ങാണ്ടാണ് ഓങ്ങി വെച്ചതാ ഞാൻ ഒരുപാട് കൊല്ലം കൊണ്ട് ഒരു അവസരത്തിന് വേണ്ടി. ഗുഡ് ഐഡിയ. എന്റെ ലക്ഷ്യത്തിലെത്താൻ ഒരു വഴി തെളിയുന്നുണ്ട്, പക്ഷെ കുറച്ച് ചീപ്പാണ്. അപ്പോഴാണ് സുഭിക്ഷമായിട്ട് താണ്ട് ഇങ്ങനെ ഒരു സാധനം വന്ന് വീഴുന്നത്. എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ലേ മണ്ടാരെ. അടിച്ചു വെളി കളഞ്ഞി, അത്രയേ ഉള്ളു.